ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബട്ടൂര എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ ചിക്കനും ബട്ടൂരയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഇട്ട് കൊടുക്കണം. ഈ തൈര് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഇതുപോലുള്ളൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടാണ് ബട്ടൂര ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ മാത്രം വെച്ചിട്ട് ബട്ടൂര ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ മൈദ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തത്. 1/2 കപ്പ് ഗോതമ്പ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് 2 തവണ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തൈരിൻ്റെയും പാലിൻ്റെയും മിക്സിലേക്ക് 1/2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ സീവ് ചെയ്തെടുക്കുമ്പോൾ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിവിടെ ഡയറക്റ്റായിട്ടാണ് 1/2 കപ്പ് ഗോതമ്പ് ചേർത്ത് കൊടുത്തത്. ഈ സീവ് ചെയ്തിടുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ച് ഇത് ഒന്നുകൂടെ ഒന്ന് സീവ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ 2 തവണ സീവ് ചെയ്തെടുക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പും 1/2 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തത്. ഇനി ഇതുപോലൊരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിതിലേക്ക് പാല് കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പൊടി ഒഴിച്ചിട്ട് ഇതൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി. ഇത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടിരിക്കണം കേട്ടോ ഈ മാവ്. അപ്പോഴാണ് നമ്മളിതൊരു മണിക്കൂർ മാറ്റി വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് കുഴച്ച് വെക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കിട്ടേണ്ടത്. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ച ഈ മാവ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഓയിൽ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിവിടെ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള ഉരുളകളാക്കിയിട്ടെടുക്കാം. ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ എടുക്കുന്നത്. എല്ലാം ഇതുപോലെ ഉരുളകളാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ള പത്തിരി പരത്തുന്ന ഒരു പലക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടി വേണം. ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി എടുക്കണം. ഇതുപോലെ പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ റോളറിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് പൊടി ഇട്ട് കൊടുക്കാം. ഈ പത്തിരി പരത്തുന്ന പലകൻ്റെ മുകളിൽ എണ്ണ പരട്ടിയിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ, പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടി ഇട്ട് കൊടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ കിട്ടുന്ന രീതിയിൽ നമ്മളിത് പരത്തിയെടുക്കണം.
നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ മേലെ പൊടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് തട്ടി ഒഴിവാക്കി കൊടുക്കുക. ഇതുപോലൊന്ന് പൊടികളൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മളിത് ഒരുപാട് തിന്നായിട്ട് പരത്തരുത്. ഇത്രയും മതിയാകും. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുക്കുന്നത്. ഇതിൻ്റെ മേലെ പൊടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഇതുപോലെ പൊടിയെല്ലാം തട്ടിയിട്ട് ഒഴിവാക്കി കൊടുക്കുക. ഇതിൻ്റെ മേലെ ഇപ്പോൾ പൊടിയൊന്നുമില്ല. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബട്ടൂര. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടൂര എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്